കോഹ്ലി ഇത് കഴിഞ്ഞിട്ട് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അതില് വലിയ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെയാണ് കളിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ആ കളിയിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2 അവരുടെ നല്ല പ്ലാനിംഗ് ആണെന്നുള്ളതും കോഹ്ലി പറയുന്നുണ്ട്. ആ പ്ലാനിംഗ് കൃത്യമായിട്ട് അവർ വർക്കൗട്ട് ചെയ്ത് അത് ഈ ഐപിഎല്ലിന്റെ ഒരു മത്സരത്തിന്റെ ഗതി മനസ്സിലാക്കിയത് തന്നെ ബംഗളൂരു എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്, അവരുടെ തുടക്കം എങ്ങനെയായിരുന്നു, ഇടക്കുണ്ടാകുന്ന ഒരു പതർച്ച എങ്ങനെയായിരുന്നു, പിന്നെ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അവരെങ്ങനെ പിന്നീട് അത് കയറി വന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആർസിബിയുടെ ഒരു മത്സരങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അവർ കൃത്യമായി ഓരോ മത്സരങ്ങൾക്ക് ശേഷവും ഗൃഹപാഠം നടത്തി നല്ല ഹോംവർക്ക് നടത്തിയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് അവർ കൃത്യമായിട്ട് നടത്തിയത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നു. അതിനുമപ്പുറം കിരീടം തുടർച്ചയായിട്ടുള്ള 2ാം കിരീടം നേടുന്നു എന്നുള്ളത്. ആദ്യം ഈ ഗുജറാത്ത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പക്ഷേ അപ്പോൾ ശുഭ്മാൻ ഗിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് ആദ്യം ബാറ്റ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. കാരണം അവിടെ ഒന്ന് നമ്മൾ ആ പിച്ചിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് വലിയ സ്കോർ പിറക്കാനൊന്നും ചാൻസ് ഇല്ലാത്തൊരു പിച്ച് കൂടിയാണ്. 2 ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ചേസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു മത്സരം എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അവിടെ ഇന്ന് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൻ്റെ ഒരു ഗതിയിലേക്ക് വരുമ്പോൾ സായ് സുദർശനും അതോടൊപ്പം തന്നെ ഗില്ല് എന്ന് പറയുന്നത് ഈ ഒരു ഐപിഎല്ലിൽ ഏറ്റവും മികച്ച പാർട്ണർഷിപ്പാണ്. അതായത് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇവരാണ് ഏറ്റവും മികച്ച പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാവരും പുകഴ്ത്തിയ ഒരു പാർട്ണർഷിപ്പ് കൂടിയാണ്. അപ്പോൾ അവര് തകരുന്ന ഒരു സാഹചര്യം. അവര് 2 പേരും കൂടി 22 റൺസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരാൾ 10ഉം ശുഭ്മാൻ ഗിൽ 10ഉം സായ് സുദർശൻ 12ഉം മാത്രമേ എടുക്കുന്നുള്ളൂ. അവരിന്ന് തകർന്നതോടുകൂടി പിന്നെ അവിടെ ആ ഒരു തുടക്കം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ടോട്ടലി അവര് അവസാനം വരെ നമ്മളത് കണ്ടു എന്നുള്ളതാണ്. പിന്നെ അവര് വലിയ പ്രതിസന്ധിയിലാവുന്ന സമയത്ത് പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ ഒരു പ്രകടനം, ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം മാത്രമാണ് അവരെ മികച്ച ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് ഫൈറ്റ് എത്തിച്ചു. ചെയ്യാവുന്ന ആ ടോട്ടല്. അതെ, അതെ. ഒരു ഫൈറ്റ് ചെയ്യാവുന്ന എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം ഒന്ന് നല്ലൊരു ടീം അപ്പുറത്ത് നിൽക്കുകയാണ്. കാരണം വിരാട് കോഹ്ലിയെ പോലെയുള്ള കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം നടത്തിയ രജത് പാട്ടിദാറിനെ പോലെയുള്ള ഒട്ടേറെ വെങ്കടേഷ് അയ്യറിനെ പോലെയുള്ള താരങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് 155 റൺസ് എന്നുള്ളതൊന്നും ഒരു വലിയ സ്കോറായിട്ട് നമുക്ക് തോന്നുന്നില്ല.